ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്ന് വീഡിയോയിൽ ഒരു ദിവസത്തെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ പണിയൊക്കെ ഈസിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിസ്സാരാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയാസ് ഐഡിയാസ് മീൻസ് നമുക്ക് പറ്റുന്ന രീതിയിൽ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇന്ന് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. എന്നും പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ നമുക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു ദോശയുടെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കട്ടെ, എന്നിട്ട് കമൻസുകൾ അറിയിക്കുക. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ എണീക്കല്ലോ, ഒരു 5 മണിക്ക് എന്തായാലും എണീക്കും ഞാൻ. അപ്പോൾ എണീറ്റതിന് ശേഷം നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് യോഗ എക്സസൈസൊക്കെ ഒന്ന് ചെയ്യും. ഒരു 5:30 വരെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് പോവുക. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാം, എനിക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ആവണം മോൾക്ക് പോകാനുള്ള കാരണം കൊണ്ട്. പച്ചക്കറി കാര്യങ്ങൾ അതിന് നാളേക്ക് ആവശ്യമുള്ള കുക്ക് ചെയ്യാൻ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മുന്നൊന്ന് ആലോചിച്ച് വെക്കൂട്ടോ. എന്നിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വെക്കലുണ്ട് തലേദിവസം തന്നെ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തലേദിവസം ഒരു പ്ലാനിങ് വേണം കേട്ടോ, നാളെ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ദോശയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ ദോശമാവ് നമ്മൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ അരച്ചിരിക്കുന്ന മാവ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് അരക്കലുണ്ട്. എന്നിട്ട് ഒരാഴ്ചയോളം ഞാൻ ഫ്രിഡ്ജിൽ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യിട്ട പശു നെയ്യാണ്. അപ്പോൾ അത് എന്നിട്ട് ആക്കിയതിന് ശേഷം നമ്മളിതാ ദോശക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന്മേ നമ്മൾ ചെയ്യുന്നത് ഒരു മുട്ട എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അതേപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു മുട്ട എടുത്തിട്ടുള്ളത്. മോൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ചൂടോട് കൂടി അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അവളെ പെട്ടെന്ന് പറഞ്ഞേക്കണമല്ലോ. പിന്നെ നമുക്കുള്ളത് ഇതുപോലെ തന്നെ കഴിക്കുന്ന സമയത്ത് ചൂടോട് കൂടി തന്നെ ചുട്ടെടുക്കണത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള വലിയ ഉള്ളി കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് എന്താ പറയുക, ചില്ലി സോസ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കി വെക്കണത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ റെഡ് ചില്ലി സോസാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കല കേട്ടോ. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കണതല്ലേ. അപ്പോൾ അത് കുറച്ച് ആക്കിയിട്ട് ഞാൻ എല്ലാ ഭാഗവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചീസാണ് ഇടുന്നത്. അപ്പോൾ ചീസ് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ചീസ് നല്ല ടേസ്റ്റ് വരുത്തും. നമ്മൾ പിസ്സ കഴിക്കുന്ന അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇത്. അങ്ങനെ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവുന്ന ടൈമിൽ ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കിയിട്ട് നമ്മൾ ഒന്ന് നന്നാക്കി ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കഴിച്ച് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ കറിയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആവും. രാവിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതെ ഓടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കഴിച്ചിട്ടേ അവർ പോവുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്തായാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടാക്കൽ. ഒന്ന് മാറ്റി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ. പിന്നെ രാവിലെ ദോശമാവ് ഉള്ള കാരണം കൊണ്ട് അത് കലക്കാനോ കുഴക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. വേഗം എടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്നും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് വേഗം ലഞ്ചിനുള്ള പരിപാടികളാണ്. അപ്പോൾ ചോറ് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഓരോരോ പീസ് 2 പീസ് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ഉള്ളി, പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ഇതാക്കിയെടുക്കണം, ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈസിയിൽ ഉണ്ടാക്കുന്ന ചിക്കൻ ഒരു കറിയാണ്. പക്ഷേ ഈ ചിക്കൻ ഗ്രേവി ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൽ കിഴങ്ങിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ തക്കാളിയും കിഴങ്ങും കൂടിയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേ ദിവസം തന്നെ മുറിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിഴങ്ങിട്ടിട്ടാണ് കൂടുതലും ചിക്കൻ ഉണ്ടാക്കൽ. അപ്പോൾ അത് കാരണം സ്കൂൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിൽ ചിക്കൻ അലോഡല്ല കേട്ടോ. അവിടെ ചിക്കന് കൊടുത്തയക്കാൻ വേണ്ടി പാടില്ല. ചിക്കനും മീനും ഒന്നും കൊടുത്തയക്കാൻ പാടില്ല. ഒരു ചിക്കൻ എന്നല്ല ഒരു ബീഫോ ഒന്നും കൊടുത്തയക്കാൻ പാടില്ല. അവിടെ അലോഡല്ല. അപ്പോൾ ഞാൻ അത് ഇങ്ങനെ കിഴങ്ങിട്ടുകാണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ചിക്കനൊക്കെ ഗ്രേവിയും പിന്നെ ഈ കിഴങ്ങും കൂടിയാണ് ഞാൻ കൊടുത്തേക്കൽ കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ കറിൻ്റെ ടേസ്റ്റും കിട്ടും. അപ്പോൾ അങ്ങനെ ആവുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒറ്റയടിക്കുള്ള പരിപാടിയാണ്. പിന്നെ നമ്മളിത് സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അത് ഇതേപോലെ തന്നെ ഒറ്റ പ്രാവശ്യമുള്ളൊരു പെട്ടെന്നുള്ളൊരു സാമ്പാർ ഉണ്ടാക്കലാണ്. കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉണക്കമുളക് ഇട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി പിന്നെ സാമ്പാർ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വേവ് കൂടുതലുള്ള വെജിറ്റബിൾസ് ആദ്യം ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ പുളിവെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പുളി എത്ര ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇതൊന്ന് ഉപ്പിട്ടുകാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും കേട്ടോ. നമ്മൾ ഇതിൻ്റെ അടപ്പ് കറക്റ്റിന് അടക്കണില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി വെണ്ടയ്ക്കയും പിന്നെ വഴുതന വേവ് കുറവുള്ള എന്തെല്ലാം ഉണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനിലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വേഗം നമുക്കത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഈ സാമ്പാർ ഒരു വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കടുക് താളിക്കാനും ഒന്നിനും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല അത്യാവശ്യം കട്ടിയിലുള്ളൊരു സാമ്പാറാണിത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ കുട്ടികൾക്ക് ലഞ്ച് ഒരുമിച്ച് നമുക്കത് കൊടുത്തയക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ലഞ്ച് ഉണ്ടാക്കൽ പെട്ടെന്ന് കഴിയും. ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഒരു വിസിലടിച്ചപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി എനിക്ക് കുറച്ച് ചീര കൂടി ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ചീരയൊക്കെ നമ്മൾ തലേദിവസം കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവട്ടെ. നാളെ എന്താണ് നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഒരു പ്ലാനിലെടുക്കുക. അപ്പോൾ ആ കുക്കർ ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടുള്ളൂ, നന്നായിട്ട് കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ നമ്മളെ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചീര ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മളെ വീട്ടിലുള്ളതിനാണ് ഞാൻ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് പൊട്ടിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചിട്ട് കുറച്ച് വേവുള്ളൊരു ചീരയാണ്. എന്നിട്ട് ഇത് നമ്മൾ വേവിച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. അപ്പോഴാണ് ആ ചീര ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റുള്ള ചീരയാണ്. പക്ഷേ അങ്ങനെ വേവിച്ചെടുക്കണം, കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം. എന്താ നമ്മളെ ചിക്കൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തയക്കാനും നല്ലതാണ്. അപ്പോൾ അവർക്കൊരു ചിക്കൻ കറി കഴിക്കുന്ന ടേസ്റ്റ് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെ ചീര ഒരു 2 വിസിലടിച്ചപ്പോൾ ചീര വെന്തിട്ടുണ്ട്. അതിലത്തെ വെള്ളം കൂറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് പൊട്ടിച്ചിട്ട് 2 ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മളെ ചീര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയും ചെറിയ ഉള്ളിയും കുറച്ച് ചെറിയ ജീരകവും കൂടി അരച്ചെടുത്താണ്. ജസ്റ്റ് ഒന്ന് വല്ലാതെ അരയണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചീര നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പുണ്ടോ എന്നുള്ളത് ഈ സമയത്തൊന്നും കൂടി നോക്കിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ചീര കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇങ്ങനെ നമ്മുടെ കുക്കിങ് വേഗം തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തലേ ദിവസം പ്ലാനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒക്കെ സെറ്റാക്കി വെക്കട്ടെ. വേഗം കുക്കിങ് ചെയ്യും. നമ്മൾ വിചാരിക്കണേക്കാട്ടും പെട്ടെന്ന് സമയം ലാഭിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇതാ ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊടുത്തയച്ചാൽ അത് കിഴങ്ങ് കറിയാണെന്നേ തോന്നുള്ളൂ, പക്ഷേ ചിക്കൻ കറീൻ്റെ അതേ ടേസ്റ്റും കിട്ടും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ കുട്ടികളൊക്കെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡ്യൂട്ടി ബാക്കി ക്ലീനിങ്ങിൻ്റെ പരിപാടി കേട്ടോ. അവരുണ്ടാവുന്ന സമയത്താണ് ഞാൻ കുക്കിംഗ് ചെയ്യുക. കാരണം അവർക്ക് കൊടുത്തയക്കളോ നമുക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കും. പിന്നെ അവർ പോയതിൻ്റെ ശേഷമാണ് ക്ലീനിങ്ങിന് ഇറങ്ങുക. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തത്തെ ഭാഗമൊക്കെ ഒന്ന് കഴുകാനൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തത്തെ മാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ടുണ്ട്. അത്യാവശ്യം വെയിൽ കാണുന്നുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ മാറ്റൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് കരുതി. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ സ്റ്റെപ്പുമ്മലുള്ള മാറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് ഉണക്കിയെടുക്കലുണ്ട്. മഴക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആയാലും പുറത്തുനിന്ന് ചവിട്ടി വരുമ്പോഴൊക്കെ അത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ഒരു 4 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചയിലോ അത് മാറ്റൊക്കെ ഒന്ന് വെയിൽ കിട്ടുന്ന ദിവസമൊക്കെ ഞാനൊന്നും കഴുകിയിടലുണ്ട്. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷമാണ് പിന്നെ ഇതിന് ഇറങ്ങിയിട്ടുള്ള ക്ലീനിങ്ങിന്. അപ്പോൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇത് സിറ്റ് ഔട്ട് ഞാൻ മഫായിട്ട് തുടക്കൽ ചേട്ടാ. സിറ്റ് ഔട്ട് ഞാൻ തുണി വെച്ചിട്ട് ഞാൻ തുടച്ചെടുക്കലാണ്. കാരണം എനിക്ക് അത്ര ഒരു വൃത്തിയായിട്ട് തോന്നില്ല കേട്ടോ. ഞാൻ എന്തോ അങ്ങനെ ശീലിച്ച് പോയി. ഞാൻ സിറ്റ് ഔട്ട് അങ്ങനെ ഞാൻ കഴിയുന്നതും മഫായിട്ട് ഞാൻ തുടക്കലില്ല. പിന്നെ ഇടയ്ക്ക് ഞാൻ സിറ്റ് ഔട്ട് കഴുകലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ
അങ്ങനെ ഓപ്പണായി കിടക്കുന്ന കാരണം കൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ മഫായിട്ട് ഉൾഭാഗങ്ങളാണ് തുടക്കൽ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തുടക്കുമ്പോൾ എല്ലാവരും മുക്കും മൂലൊക്കെ പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റെപ്പ് ഞാൻ അങ്ങനെ തന്നെ ഇടയ്ക്ക് ഞാൻ തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലുണ്ട്. മഫായിട്ട് ആകുമ്പോൾ എല്ലാ ഭാഗവും എത്തൂല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി, പിന്നെ ചുമരിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും ചളിയൊക്കെ തെറിച്ചിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് അവിടെയൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇടയ്ക്കൊന്ന് ചെയ്യലുള്ളതാണ്. അപ്പോൾ നമ്മൾ അത് അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ തന്നെ നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കും കേട്ടോ. കാരണം നമ്മളത് എന്തെങ്കിലും ആയിട്ട് അതവിടെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അത് ഉടനെ തന്നെ രണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ. പിന്നെ ഞാനിത് കാണിക്കുന്നത് തേനാണ് കേട്ടത്. ഇക്കാൻ്റെ ഒരു ഫ്രണ്ട്, ഗൾഫിലുള്ള ഫ്രണ്ട്, അതിൻ്റെ വൈഫ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതവിടെ കന്യാകുമാരിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് അവർ അയച്ചു തന്നതാണ്, അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടേക്ക് അയച്ചു തന്നിട്ട് ഇത് എന്തോ പച്ചത്തേനാണെന്നാണ് പറഞ്ഞത്. ഒന്നും ചെയ്യാതെ അങ്ങോട്ട് അറയുന്ന അങ്ങോട്ട് ഊറ്റിയെടുക്കുമല്ലോ, അങ്ങനത്തെ തേനാണിത്. കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാൻ്റെ ഫ്രണ്ട് വൈഫിനെ വിളിച്ചിട്ട് അവർ നാട്ടിൽ നിന്ന് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇക്കാരന് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഈച്ചൊക്കെ ഉണ്ടായിരുന്നിട്ട് അങ്ങനെ കറക്റ്റിന് അവർ കണ്ട് എടുത്തിട്ട് അയച്ച കാരണം കൊണ്ട് അതിൽ വേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ തേന് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്, നമുക്കും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഇതുപോലെ ഒന്ന് പാഴ്സലാക്കി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒറിജിനൽ തേനാണ് കേട്ടത്. 2 പ്രാവശ്യമായിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം വലിയ അരിപ്പയിലിട്ടിട്ട് അരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ചെറിയ അരിപ്പ വെച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള നല്ല ഒറിജിനൽ തേനാണിത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുക്കണം, നമ്മുടെ നാട്ടിലൊന്നുമില്ല, അവരവിടെയൊക്കെ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അതിപ്പോൾ നമ്മൾ അറിയുന്ന കാരണം കൊണ്ട് നമുക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിലത്തെ വെള്ളമൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. ഞാൻ സിറ്റ് ഔട്ട് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളി എനിക്ക് ആ കറക്റ്റ് ടൈമിന് കുളിക്കണം, അല്ലെങ്കിൽ എന്തോ പോലെ തോന്നും. ഇനി കുളി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജോലി എടുത്ത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ദേഹത്തേക്കോ അങ്ങനെ ഹാർഡായിട്ടുള്ള നമ്മൾ കിച്ചണത്തെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ സിറ്റ് ഔട്ടും ശരിയാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ സിറ്റ് ഔട്ടും ശരിയാക്കിയതിന് ശേഷം ഞാൻ പോയി കുളിക്കും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പണികൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആവുമെന്ന് തോന്നുന്നത് ആ രീതിയിലൊക്കെ ഒന്ന് നമുക്ക് തീർക്കട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടും. നമ്മൾ കുറേ ടയേർഡായിട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബോറായിട്ടൊന്നും പണിയെടുക്കാൻ വേണ്ടി നിൽക്കരുത്. നമ്മളെ പണികൾക്ക് എങ്ങനെയാണ് നിസ്സാരാക്കാൻ പറ്റുന്നത് നമ്മൾ തന്നെ ഒന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പണിയില്ല എന്നൊന്നല്ല, എല്ലാ പണികളും ഉണ്ട്. അടിക്കാനുണ്ടാവും, തുടക്കാനുണ്ടാവും, പിന്നെ കുക്കിംഗ് ഉണ്ടാവും, എല്ലാ പണികളും ഉണ്ട്. അപ്പോൾ വീട്ടിൽ പിന്നെ കുട്ടികളുണ്ട്, ഉമ്മ ഉണ്ട്, ഉമ്മാനെ നോക്കണം, വയസ്സായതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്, എല്ലാ പണികളും ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ അതിൻ്റെ ഇടയിലും ഞാൻ സമയം കണ്ടെത്തലുണ്ട്. ഞാൻ പറഞ്ഞില്ല, കുക്കിംഗ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഒരു സമയം കിട്ടും. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ്. കുക്ക് ചെയ്യാൻ വേണ്ടി കിച്ചണിൽ കുറേ നേരം പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നിനും സമയമില്ല. പിന്നെ വേഗം ധൃതിയിൽ അലക്കാനും പിന്നെ തുടക്കാനൊക്കെ പിന്നെ കുറേ, അപ്പോൾ ആ ദിവസം മൊത്തത്തിൽ സ്ത്രീകൾക്ക് പണി തന്നെ ആയിരിക്കും. അപ്പോൾ വേഗം ഒരു അരമണിക്കൂർ കൊണ്ടോ ഒക്കെ ഒന്ന് കുക്ക് ചെയ്തിട്ട് വേഗം തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പ്ലാനിങ് ഒക്കെ ഇട്ട് ഫുഡ് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഈസി ആക്കേണ്ടതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആവും. പണികളൊക്കെ ഒന്ന് ഈസിയാവും. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടൊന്നും പറയാനുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടാണ് കുറച്ച് പേര് സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ആളുകളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടാക്കുന്നതും ആളുകളായിട്ട് പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്ന കൂട്ടുകാരല്ല, അപ്പോൾ അവരെ ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് പേര് എനിക്കറിയാം. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് ഒരു ഹാർട്ട് ഇടട്ടെ. അപ്പോൾ ഒന്ന് എനിക്കൊന്ന് പരിചയപ്പെടാനാണ്. അപ്പോൾ നമ്മുടെ സൗന്ദര്യം എന്നുള്ളത് നമ്മുടെ മുഖത്തുള്ള പുഞ്ചിരിയാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളിൽ താഴെയായിട്ട് ആരും ഇല്ല കേട്ടോ. നമ്മളെക്കാട്ടിലും മുകളിലായിട്ടും ആരുമില്ല, എല്ലാവരും സമന്മാരാണ്.
അപ്പോൾ ഏത് മനുഷ്യനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് പുഞ്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്നുള്ളത്. അപ്പോൾ നമ്മളെ താഴെ കിടക്കുന്ന ആളുകളുണ്ടെന്നൊന്നും ചിന്തിക്കരുത്. ഏതൊരു മനുഷ്യരിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒന്ന് പഠിക്കാനുണ്ടാവും. സൗഹൃദം എല്ലാവരേറ്റും സൗഹൃദം പുലർത്തുക എന്നാണ് നമ്മുടെ മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരേറ്റും നല്ലപോലെ സംസാരിക്കാനും ഒക്കെ എനിക്കിഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർ ഒന്ന് ഒരു ഹാർട്ട് ഇടട്ടെ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്, പരിചയപ്പെടാനാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചിട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സാധാരണ പറഞ്ഞപ്പോൾ ഒരു 4 മണിക്ക് ഞാൻ കിച്ചണിൽ കയറലുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് സ്നാക്സ് ആയിട്ട്, പിന്നെ പ്രിപ്പറേഷൻസ് ഒന്നും ഇന്ന് കാണിക്കണില്ല. അത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് നാളേക്കുള്ള പ്രിപ്പറേഷനും കൂടി ചെയ്യലുണ്ട്. സ്കൂളിലെ ദിവസങ്ങളിലാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യലിട്ട്. അല്ലാത്ത ദിവസം അങ്ങനെ തലേ ദിവസം ചിലപ്പോൾ ഒന്നും ഒരുക്കി വെക്കലില്ല. അപ്പോൾ നമുക്ക് സാവധാനത്തിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ. പക്ഷേ സ്കൂൾ പോണ സമയത്ത് എന്തായാലും ആവില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക തന്നെ വേണം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മളിത് കോളിഫ്ലവർ ബജി ആട്ടോ. നമ്മളൊരു കോളിഫ്ലവർ 65 എന്നൊക്കെ പറയും. നമ്മൾ ചിക്കൻ 65 ഒക്കെ കഴിക്കണമായി നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ ബജിയാണിത്. അപ്പോൾ ഞാൻ എന്താ കോളിഫ്ലവർ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഉപ്പിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂണ് നമ്മൾ ചിക്കൻ മസാല, ഒരു 2-3 സ്പൂണ് നമ്മൾ മൈദ ഇടുന്നുണ്ട്. മൈദ ഇട്ടിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് ഞാൻ റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നമ്മൾ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്പൂണ് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളായിട്ടുള്ളത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമ്മൾ കലക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് ഈ ബാറ്റർ. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശായിട്ട് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളിതാ ബജി ഉണ്ടാക്കണം അതൊരു രീതി തന്നെയാണ്. അപ്പോൾ നമ്മളിതാ ഈ ഒരു രീതിക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ നല്ല വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അത് പൊരിക്കുന്നതിന് മുന്നേ അതിലൊന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണിത്. അപ്പോൾ ചൂടോട് കൂടി നമ്മൾ കട്ടൻ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ്. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ട് കോളിഫ്ലവർ വാങ്ങി കഴിക്കല്ലേ, പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ആയിട്ട് നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് പുറത്തുനിന്ന് കഴിക്കണേക്കാട്ടും ഇഷ്ടം. പുറത്തുനിന്ന് കഴിക്കലുണ്ട്, പക്ഷേ നമ്മൾ എല്ലാം വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല സമാധാനത്തോടു കൂടി കഴിക്കൂട്ടെ. ഞാൻ അങ്ങനെയാണ്. അപ്പോൾ കോളിഫ്ലവറൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴുകുമോ എന്നൊക്കെ ഡൗട്ട് തുടങ്ങും കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷേ ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ ബജിയാണ് ഇത്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കലുണ്ട്. എപ്പോഴൊന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും നമുക്ക് കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലും ഇത് താവില്ല. നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഞാനത് പുറത്ത് കൊടുത്തിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. കുട്ടികൾ സ്കൂളിൽ വരാൻ ആയിട്ടുണ്ട്. ഞാൻ ചൂടോട് കൂടി ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വരുന്നതും കാണാലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരിക്കും കേട്ടോ. അങ്ങനെ പ്രകൃതിനെ കണ്ടിട്ട് എന്തെങ്കിലും കഴിക്കാനും അല്ലെങ്കിൽ അത് ഈ പച്ചപ്പ് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ അങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ ഇങ്ങനെ പുറത്ത് വന്നിട്ട് സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് കഴിക്കലുണ്ട്. അല്ലെങ്കിൽ ബാൽക്കണി പോയിരിക്കലുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ടൈമും ആണല്ലോ. അപ്പോൾ കുട്ടികൾ വരുമ്പോൾ അവർ വരുമ്പോൾ കാണും ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ പുറത്ത് വന്നിട്ട് ഞാനിത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വൈകുന്നേരം നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കലാണ്. കുറേ ടൈം വെച്ചിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല. അപ്പോൾ അത് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇനി മുട്ടൻ്റെ തൊണ്ടുണ്ടായിരുന്നു. അത് കുറേ മുട്ട ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാനിവിടെ. മോനും ഒക്കെ നന്നായിട്ട് മീനൊന്നും അങ്ങനെ കഴിക്കില്ല. അപ്പോൾ മുട്ടത്തൊണ്ട് ഒരുപാടുണ്ടാവും. അപ്പോൾ അത് ഞാനൊരു കവറിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കും. എന്നിട്ട് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കും. അപ്പോൾ മിക്സിൻ്റെ ജാറൊക്കെ നന്നായിട്ട് മൂർച്ച കൂടാനും പിന്നെ ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള നല്ല വളവുമാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഞാനത് ഇനി ഇടാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മോനും എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ
തന്നെ സ്കൂളത്തെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും. പേപ്പർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയട്ടോ. അങ്ങനെ എനിക്ക് കാണിച്ചു തരാം കേട്ടോ, മാർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിച്ചു തരാണ്. അപ്പോൾ അത് കുറച്ച് നേരം അവർ സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഞാൻ ചെടികൾക്കൊക്കെ ഇതിട്ട് കൊടുക്കുന്നുണ്ട്. വന്ന ഉടനെ തന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക, എന്നിട്ടാണ് പോയി കുളിക്കൽ. അപ്പോൾ അതൊക്കെ ഓരോരോ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പണി അവിടെ ചെടികൾക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല ഗ്രോത്ത് ആവാൻ വേണ്ടി മുട്ടത്തൊണ്ട് നല്ലതാണ്. അപ്പോൾ കുറച്ച് അത്യാവശ്യം വെയിൽ ഇടയ്ക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ബോഗൻവില്ലേൻ്റെ പ്ലാന്റൊക്കെ പുറത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ സൈഡിലാക്കി വെച്ചതായിരുന്നു ഞാൻ. അപ്പോൾ മഴക്കാലത്ത് ഫ്ലവറൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ അത് എടുത്തൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോഗൻവില്ലേൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇല കാണാതെ ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ മുട്ടത്തൊണ്ടും അല്ലെങ്കിൽ കോഴിക്കാഷ്ടം അങ്ങനെയൊക്കെ ഞാൻ വളമായിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കുഞ്ഞു ചാനൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കമൻസുകളും കൂടി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.